ഞാൻ പോട്ടെ. എന്താ അമ്മോ അയാളുമായി? ആരാ അത്? ചേച്ചിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് പിന്നിൽ ഗൗതം ഉണ്ടോന്ന് എനിക്കൊരു സംശയമുണ്ട്. ഞാനും അയാളെ സംശയിച്ചതാ. അയാളുടെ കുടുംബത്തെ പറ്റി എനിക്കൊന്ന് അറിയണമെന്ന് തോന്നി. അച്ചുവേട്ടന് അതെല്ലാം അറിയാം. പക്ഷേ അയാൾ വിട്ടു പറയാൻ കൂട്ടാക്കുന്നില്ല. ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. അയാൾ മനസ്സ് തോന്നി വിളിക്കട്ടെ. നമ്മുടെ സംശയം സഞ്ജുവിനോട് പോലും പറയാൻ പറ്റില്ല മോളെ. ആ നിമിഷം ഗൗതം മംഗലശ്ശേരിയിലെ മരുമകനാവും. കവിതയോടുള്ള ദേഷ്യം കൊണ്ടുപോലും നമ്മൾ ആ രഹസ്യം പുറത്തു പറയാൻ പാടില്ല. എനിക്ക് കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യും ദിനേശേട്ടാ. ഞാൻ ദൈവതുല്യം കാണുന്ന 2 പേരുടെ ജീവനുകൾ എന്റെ ജീവൻ കൊടുത്തും രക്ഷിക്കും. മോളുടെ കൂടെ ഞാനും ഉണ്ടാവും. നമ്മളിവിടെ വന്ന കാര്യം ദിനേശേട്ടൻ ആരോടും പറയണ്ട. ഗൗതം ആരാണെന്ന് നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. വാ, ശരി, നമുക്ക് പോവാം. ഈ കടുത്ത പെയിൻ പകൽ സമയം വരാറുണ്ടോ? രാത്രിയിലാ പെയിൻ വന്നത്. അതെന്താ രാത്രി തന്നെ പെയിൻ വരാൻ കാരണം? തല ചലിക്കോ മറ്റോ ചെയ്തോ? ഉറക്കത്തിന്ന് ചേച്ചി ഞെട്ടി ഉണരുമ്പോഴാ ഡോക്ടറെ. പിന്നെ തല പൊത്തിപ്പിടിച്ച് ചേച്ചി ഭയങ്കര കരച്ചില. പെയിൻ വരുമ്പോ മാത്രം കഴിക്കാൻ ഒരു ടാബ്ലറ്റ് എഴുതി തന്നിരുന്നല്ലോ, അത് കൊടുത്തില്ലേ? കൊടുത്തു. അത് കഴിച്ചിട്ടൊന്നും ആശ്വാസം വരില്ല. കുറെ നേരം പെയിൻ നിൽക്കും, പിന്നെ ഉറങ്ങിപ്പോവും. എനിക്ക് തോന്നുന്നത് ചേച്ചി എന്തോ പേടി സ്വപ്നം കണ്ടിട്ടാന്നാ. സ്വപ്നം കാണാതിരിക്കാൻ മരുന്നില്ലല്ലോ അമ്മു. അമ്മു അടുത്തുള്ളപ്പോ പേടി സ്വപ്നം കാണാൻ സാധ്യത കുറവാ. അമ്മു പറഞ്ഞതിലും കാര്യമുണ്ട്. ആ ആക്സിഡന്റിന്റെ ഓർമ്മ മനസ്സിൽ വരുമ്പോഴാ അവള് കരഞ്ഞോണ്ട് ഉണരുന്നത്. അതിന്റെ ഷോക്ക് മനസ്സിലുണ്ടാവും. ഞാൻ മറ്റൊരു മെഡിസിൻ എഴുതി തരാം. വേദന വന്നാലേ കൊടുക്കാവൂ. മുറിവ് ഡ്രസ് ചെയ്യാൻ സിസ്റ്റർ വരുന്നുണ്ടല്ലോ അല്ലേ? ആ, വരുന്നുണ്ട് ഡോക്ടർ. ഇനി ഇത് കൊടുത്താൽ മതി. ആളിപ്പോ ഉഷാറായി കഴിഞ്ഞു. പ്ലാസ്റ്റർ റിമൂവ് ചെയ്താ നടന്നു തുടങ്ങാം. അതുവരെ ഇങ്ങനെ തന്നെ പോണം കേട്ടോ. ഇടയ്ക്ക് കാല് താഴെ ഇറക്കി വെക്കാം. ഒരു ചെയറിൽ വെച്ചാ മതി. ഒരേ കിടപ്പല്ലേ. എന്തിനും അനിയത്തി കൂടെയുള്ള സ്ഥിതിക്ക് വലിയ പ്രയാസങ്ങളൊന്നും വരില്ല. അമ്മ നോക്കിക്കൊള്ളില്ലേ? അവള് തന്നെയാ ഡോക്ടർ സദാസമയം കൂടെയുള്ളത്. ചേച്ചിക്ക് ആക്സിഡന്റ് ആയെന്നറിഞ്ഞ ഉടനെ കൈമുറിച്ച ആളല്ലേ? അവളത് ചെയ്തതിന് ഒരു കാരണമായില്ലേ ഡോക്ടർ? ഷുവർ. ഇനി അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. അപ്പോ അടുത്ത ചെക്കപ്പിന് പറഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ വന്നാൽ മതി. പിന്നെ തലയിലെ മുറിവ് കരിഞ്ഞു തുടങ്ങിയ പിന്നെ ഡ്രസ് ചെയ്യേണ്ടതില്ല. അത് സിസ്റ്റർ പറയും. ശരീരവേദന അനുഭവപ്പെട്ട ഹോട്ട് ബാഗ് ഉപയോഗിക്കാം. പിന്നെ തല അനങ്ങാതെ സൂക്ഷിക്കണം. അതിൽ ശ്രദ്ധ വേണം. ഇത്രയൊക്കെ മതി. പിന്നെ നമ്മുടെ ഈ മെഡിസിൻ കണ്ടിന്യൂ ചെയ്തോ. ശരി ഡോക്ടർ. എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി. എനിക്ക് മറ്റെന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ ഞാൻ എന്റെ ജൂനിയേഴ്സിനെ അയച്ചോളാം. ശരി, കൂടുതൽ ഉഷാറായിട്ട് ചെക്കപ്പിന് വരണം. ചേച്ചിയുടെ കൂടെ തന്നെ വേണം അനിയത്തി. താങ്ക് യു ഡോക്ടർ. കാണാം. ശരി, അപ്പോ ഓക്കെ. വരൂ. ചേച്ചി ചേച്ചി കുറച്ചു നേരം കിടക്കാൻ നോക്ക്. അങ്ങോട്ട് നീങ്ങി. നീ ഒന്ന്
ഇവിടെ ഇരുന്നേ. ഡോക്ടർ വന്നപ്പോ സമാധാനമായോ നിനക്ക്? ചേച്ചി എന്താ എന്താ ചേച്ചി? ചേച്ചി വല്ല ദുസ്വപ്നം കണ്ടോ? എന്തെങ്കിലും പറ ചേച്ചി. അയ്യോ പേർക്കാണല്ലോ. തലവേദന തുടങ്ങിയോ ചേച്ചി? ഇത് വെള്ളം കുടിച്ചേ. എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല അമ്മു. തലേ ശരീരമൊക്കെ വേദനിക്കുക. എന്നൊന്ന് കിടത്ത്. എന്റെ തല പൊട്ടിപ്പൊളിയോ അമ്മു. സഹിക്കാൻ പറ്റുന്നില്ല. ചേച്ചി മരിച്ചോ? അയ്യോ എന്റെ ചേച്ചിക്ക് ഒന്നും പറ്റില്ല. എന്നൊന്ന് പിടിച്ചിരുത്ത്. ദൈവമേ എന്റെ ചേച്ചി എന്തിനെങ്ങനെ സങ്കടപ്പെടുത്തുന്നേ? ചേച്ചി ചേച്ചി ഞാൻ അച്ഛനെ വിളിക്കാം. വേണ്ട, ആരെയും വിളിക്കണ്ട. അമ്മ മാത്രം മതി എന്റെ കൂടെ. ചേച്ചി ഞാൻ വേദനക്കെല്ലാം മരുന്ന് തരാം. ചേച്ചി ചേച്ചി ഇപ്പൊ വേദന കുറയും ചേച്ചി. ചേച്ചി കിടക്ക്. ഞാൻ വേദനയുള്ള ഭാഗത്ത് ഹോട്ട് ബാഗ് വെച്ചുതരാം. കിടക്ക് പതുക്കെ. വേണ്ട, ഒന്നും വേണ്ട. നീ എന്റെ അടുത്തിരുന്നാ മതി. ചേച്ചി ഉറങ്ങിക്കോ. സ്വപ്നം കണ്ടത് അമ്മു. അതെന്റെ മനസ്സിന്ന് പോകുന്നില്ല. സ്വപ്നം കാണാതിരിക്കാൻ നാളെ തന്നെ ക്ഷേത്രത്തിൽ പോയി തിരുമേനെ കൊണ്ട് ചരട് പൂജിച്ച് വാങ്ങിക്കാം. പിന്നെ ചേച്ചി പേടിക്കുന്ന സ്വപ്നം ഒന്നും കാണില്ല. കിടന്നോ? ചേച്ചി ഉറങ്ങിക്കോ. ഞാൻ ചേച്ചിയുടെ അടുത്ത് തന്നെയുണ്ട്. ഇതാണ് അമ്മുവിന്റെ റൂം. എങ്ങനെയുണ്ട്? റൂം ഇഷ്ടായോ? അയ്യോ എനിക്കെന്തിനാ ചേച്ചി ഇത്രയും വലിയ മുറി? ഇവിടെ ഇരിക്കും. ഇവിടെ ഉള്ളതിലേ ചെറിയ റൂമായത്. അയ്യോ എനിക്ക് കിടക്കുന്ന അടുക്കളയിൽ അല്പം സ്ഥലം തന്നാ മതി. ഞാൻ അവിടെ കിടന്നോളാം. കിച്ചണിൽ കിടത്താനല്ല ഞാൻ നിന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നത്. ഞാൻ ഇവിടെ എങ്ങനെ ജീവിക്കുന്നോ അതുപോലെ നീയും ജീവിക്കും. ഇനി എന്നും അമ്മ എനിക്ക് ഇതുപോലെ വാരി തന്നാ മതി. ഞാൻ അമ്മുവിന്റെ കുഞ്ഞായിട്ടിരുന്നോളാം. ദാ മൂന്നാല് ദിവസം മുന്നേ മൈലാഞ്ചി ഇട്ട ചടങ്ങിന്റെ അന്ന് നന്നായി ചുമന്നിരിക്കും. സത്യാണോ? മൈലാഞ്ചി നന്നായി ചുമന്ന ഭർത്താവിന് നല്ലതാന്നാ പറയാറ്. അവർ സ്നേഹിക്കുന്നവരെ എപ്പോഴും മനസ്സിലോർക്കും. എന്നാ എനിക്കതൊന്നും അറിയണമല്ലോ. മൈലാഞ്ചിയുടെ മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ചേച്ചി ആളെ ഓർത്തില്ലേ?
സഞ്ജുവിനെ ഓർത്തിട്ട് തന്നെയാ ഞാൻ കൈ നീട്ടിയത്. കുറച്ചേരം കൂടി ഇരിക്കട്ടെ, എന്നിട്ട് കൈ കഴുകിയാൽ മതി. എനിക്ക് ഉറക്കം വരുന്ന അമ്മു. അയ്യോ ചേച്ചി കിടക്കല്ലേ, ഇത് കഴുകിയിട്ടേ ഞാൻ പോവും. എനിക്കൊന്ന് കിടക്കണം അമ്മു. ഇത് കഴിഞ്ഞിട്ട് പോയാ മതി. എന്റെ പെരുവണ്ണാപുരത്തമ്മ ദുസ്വപ്നങ്ങൾ കാണിച്ച് എന്റെ ചേച്ചി ഉണർത്തരുത്. പെരുവണ്ണാപുരത്തമ്മയുടെ മുന്നില് ചെരുപ്പിടാതെ വന്ന് ഞാൻ പൂജ നടത്തിക്കോളാം. വേണ്ട വേണ്ടെന്ന് കരുതിയതാ. ആ കൊച്ചു കുഴപ്പത്തിനൊന്നും ചെന്ന് ചാടാതിരുന്നാ മതിയായിരുന്നു. ഹലോ, ഇതാരാ? അങ്ങോട്ട് വിളിക്കാൻ നമ്പർ തന്നിട്ട് ഇതാരാന്നോ? മോളെ, ഞാൻ അച്ചുവേട്ടനാ. ഓ അച്ചൂട്ടാ, അച്ചൂട്ടന്റെ വിളിയും കാത്തിരിക്കായിരുന്നു ഞാൻ. മാണിക്യമംഗലത്തുകാരെ പറ്റി അച്ചൂട്ടൻ അറിയാവുന്ന കാര്യങ്ങള് ഇനിയെങ്കിലും ഒന്ന് പറ. കഴിഞ്ഞുപോയ കാര്യങ്ങളുടെ പിന്നാലെ പോയിട്ട് ഒരു പ്രയോജനവും ഇല്ല. മോള് ചോദിച്ച സ്ഥിതിക്ക് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അതിൽ കൂടുതലൊന്നും എനിക്കറിയില്ല. അച്ചൂട്ടൻ ഇപ്പൊ എവിടെയാ ഉള്ളതെന്ന് വെച്ചാ പറ, ഞാൻ അങ്ങോട്ട് വരാം. നേരിൽ കാണാനാ മോളെ. അത് കൂടുതൽ ആപത്തുകൾ ക്ഷണിച്ചു വരുത്തും മോൾക്ക്, എനിക്കല്ല. എനിക്കൊരു പേടിയുമില്ല. അച്ചൂട്ടൻ ഫോണിലൂടെ പറഞ്ഞാലേ അതിനൊരു വ്യക്തത വരില്ല. എനിക്കത് നേരിട്ട് കേൾക്കണം. ഹലോ അച്ചൂട്ടാ. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ മോളെ. ഞാൻ കടയിലേക്ക് ഇപ്പൊ തന്നെ വരട്ടെ? വേണ്ട വേണ്ട വേണ്ട, മംഗലശ്ശേരി വീട്ടിനടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് ഞാൻ വരാം. ഞാനിത് ഇറങ്ങിക്കഴിഞ്ഞു. അവൾ അതും ചോദിച്ച് വീണ്ടും വരുമെന്ന് പേടിച്ചിട്ടാ ഫോണിൽ കൂടെ എന്തെങ്കിലും പറഞ്ഞ് തടി തപ്പാന്ന് കരുതി. പറയാന്ന് പറഞ്ഞ നിലയ്ക്ക് ഇനി അവളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എൻ്റെ ദൈവമേ, ഞാൻ കാരണം ആ കൊച്ചുകൂടി. സഞ്ജു, സഞ്ജു എന്താ പെട്ടെന്ന് തിരിച്ചു വന്ന്? ഓഫീസിലിരുന്നപ്പോഴൊക്കെ നിന്നെ വല്ലാണ്ട് മിസ് ചെയ്യുന്ന പോലെ തോന്നി. പിന്നെ അവിടെ ഇരിക്കാനായില്ല, നിന്റെ അരികിലേക്ക് ഓടി വന്നു. അമ്മ പുറത്തു പോയിരിക്കോ? ഞാനും സഞ്ജുവിനെ ഓർത്തു. Love you, dear. Wow. Thank you, Sanju. Love you too.
ഇഷ്ടം. ആ അതല്ലേ നിനക്ക് വേണ്ടി ഞാൻ ഇതന്നെ വാങ്ങിയത്. കൊതിയാവുന്നു സഞ്ജു, ഒന്ന് ഓപ്പൺ ചെയ്. ഈറന്നിലാവിൽ വരവായി ചൂടി നിന്നു ചുണ്ടിൽ മധുരം നിറയെ പതിവായതിലെന്നും തേൻ തുള്ളികൾ തുളുമ്പുന്നു താഴെ നീർത്തുള്ളി പോ നുകർന്നിടുവാനാ പറന്നെത്തി ഞാൻ. അലരേ നീ എന്നിലെ ഒളിയായി മാറിയിടുമോ വിരിയാതെ നിന്നുമേ ജീവനേ. ഇതളിൽ ഞാൻ ചേരവേ പ്രണയം നീയേകുമോ ഹൃദയം നീറുമ്പോഴും നിന്നു. അയ്യോ, ഇഷ്ടമായോ? ഒരുപാട്. ഒന്ന് പുറത്തു പോവാനാവാതെ വല്ലാത്തൊരു വീർപ്പുമുട്ടല സഞ്ജു. പോവാലോ, കുറച്ചുകൂടി സുഖാവട്ടെ. നിന്നെ ഞാൻ കൊണ്ടുപോവില്ലേ? നമുക്ക് ഇഷ്ടമുള്ള സ്പോട്ടുകളിലെല്ലാം ഒന്നുകൂടെ പോണം. എനിക്കിതെന്റെ പുനർജന്മം പോലെ തോന്നുന്നു. ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. നീ കിടന്നപ്പോ എന്റെ മനസ്സിലൂടെ കടന്നു പോയതും അതൊക്കെ തന്നെയാ. എനിക്കൊരാഗ്രഹം തോന്നുന്നു. ഞാൻ പറഞ്ഞോട്ടെ സഞ്ജു? ആ പറഞ്ഞോ, ഞാൻ സാധിച്ചു തരില്ലേ? അത് സഞ്ജുന്റെ ദേഹത്തേക്ക് എന്നെ ഒന്ന് ചാരിയിരുത്തോ? അതാണ് വലിയ കാര്യം. இந்த இரவிலே நான் படுக்கும்போது மடியில் சாயும் நீயடி, அந்த நினைப்பிலே நீ மாயும் போது தூங்க முடியல ஏனடி. ഐസ്ക്രീം. മഞ്ഞു മൂടും മന്ദാരം തെന്നൽ മൂളും കിന്നാരം. ഞാനിവിടെ വന്നിട്ട് ഇത്രയും സുന്ദരമായ നിമിഷം മുമ്പൊന്നും സഞ്ജുവിൽ നിന്നുണ്ടായിട്ടില്ല. അത് എന്തുകൊണ്ടാന്നറിയോ നിനക്ക്? പറ. ആ പൊന്നുരുകുമ്പോഴാ മാറ്റ് കൂടുന്നെന്ന് കേട്ടിട്ടില്ലേ? നീ എന്നിൽ നിന്നും ഒരുപാട് ദൂരം അകന്നുപോയി. ഒരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയാത്തത്ര ദൂരത്തേക്ക്. ഞാൻ വല്ലാതെ ഉരുകായിരുന്നു സ്വാതി. പിന്നെ നീ എന്നിലേക്ക് എന്നെ തിരിച്ചു വന്നു, ഒരു സ്വപ്നം പോലെ. നിന്നിലുള്ള എന്റെ പ്രണയം ഉരുക്കി 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 പത്തരം മാറ്റായി. ഇനി ഞാൻ സഞ്ജുവിൽ നിന്ന് അകന്നു പോവില്ല. നമ്മുടെ പൂക്കാലം വരവായി. ഏ